വെളിയിൽ ഇവിടെ അടയ്ക്കാൻ മതിയല്ലോ. എന്താ സാറേ? ഇത് കഴിഞ്ഞില്ല ഇത്. അവിടെ ലോക്കൽ സംസാരമാണ്. ഓക്കെ 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 ഓക്കെ. ഇനി ഹിപ്നോസിസില് നമുക്ക് ട്രെയിനേഴ്സിന് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോ കൗൺസിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോ ഞാൻ 3 ദിവസം കൗൺസിലിങ്ങിന് ഇരിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ക്ലയന്റിന് തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് PMR എന്ന് പറയുന്ന മെത്തേഡാണ്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ മെത്തേഡാണ് കൗൺസിലിങ്ങിന് ഉപയോഗിക്കുക. PMR, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. കാരണം അവരെ ക്ലയന്റ് വന്ന് അവരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് സജഷൻസ് കൊടുത്തു പോകുന്നു. പക്ഷേ നമുക്കൊരിക്കലും ഈ പറയുന്ന കരിയർ കൗൺസിലേഴ്സിനോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനോ നമ്മൾ ഓഡിയൻസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഈ പറയുന്ന മെത്തേഡ് കൊടുക്കാൻ കഴിയില്ല. അവരെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. വിത്തിൻ സ്നാപ്പ് അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് നമുക്ക് അവരെ പിന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇതുപോലെ ഓഡിയൻസിന് മൊത്തമായിട്ട് ഇരുത്തിയിട്ട് ഇതുപോലെ ആക്ടിവിറ്റി കൊടുക്കും. ആക്ടിവിറ്റി കൊടുത്തതിന് ശേഷം അതിലുള്ള ഒരു 4-5 ആളുകളെ നമുക്ക് ഗുഡ് സബ്ജക്റ്റ് എന്ന് പറയും, അവരെ പിക്ക് ചെയ്തിട്ട് അവരിലാണ് ബാക്കിയുള്ള കളികളൊക്കെ കളിക്കുന്നത്. അതിൽ ഇൻസ്റ്റന്റ് ഹിപ്നോസിസ് ഉണ്ട്, റാപ്പിഡ് ഇൻഡക്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ കണ്ണിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവരെ ട്രാൻസിലേക്ക് കൊണ്ടുപോയിട്ട് സജഷൻസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊരു വർക്ക്ഷോപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 1 ഡേ വർക്ക്ഷോപ്പാണ്. ഏകദേശം ഒരു 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 6 മണി വരെയാണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഉള്ളത്. ഒരു കംപ്ലീറ്റ്, അതായത് ഹിപ്നോസിസിന്റെ A to Z അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ രൂപത്തിലാണ് നമ്മൾ പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഇൻസ്റ്റാന്റ് ഹിപ്നോസിസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഈ TV ചാനലുകൾ കണ്ടിട്ടില്ലേ, വിദേശികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഒരു ഇതായി ചെയ്യുമ്പോഴത്തേക്കും ആളെ ട്രാൻസിലേക്ക് പോകുന്നത്. അത് ചെയ്യുന്നതിനാല് നമ്മൾ അവരെ അങ്ങനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോ സമയമുണ്ടോ നമുക്ക് ഇനി? ആണോ? 8:24 ആയി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് സർ. സാറിന് സമയമാണ് നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. നമുക്കൊന്ന് നോക്കട്ടെ സമയത്ത്. നമ്മൾ ഓൺലൈൻ്റെതായ പിന്നെ പരിമിതികളും ഈ വോയിസിന്റെ ഇതൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഒന്ന് കംഫർട്ട് ആയിട്ടിരുന്നോളൂ എല്ലാവരും. ചെയറിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഒന്നും കൂടി നല്ലത്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡിസ്ട്രാക്റ്റഡ് ആകുന്ന എന്തെങ്കിലും സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സർ പ്ലീസ് ഓൾ മ്യൂട്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. നജീം സാറേ ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പരമാവധി പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. കാരണം എനിക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വന്നാൽ വളരെ ഉപകാരം. ഫേസ് ഒന്ന് കണ്ടാൽ മതി. ഇത് ഈ പ്രോസസ് എത്ര സമയം ഉണ്ടാവും? എന്താ പ്രോസസ്സോ? സമയം വേണ്ടി വരും? ഇപ്പത് ഇല്ല, ഒരു 10 മിനിറ്റ്. അല്ല, ഡൗട്ട് എല്ലാം ലാസ്റ്റ് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. കംഫർട്ട് ആയിട്ടിരുന്നോളൂ. ചെയറിൽ സ്വസ്ഥമായിട്ടിരിക്കുക. പതിയെ കണ്ണുകൾ അടയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. പൂർണ്ണമായും കണ്ണുകൾ അടച്ചിരിക്കുക. ചുറ്റുഭാഗത്തും എന്തൊക്കെ നിങ്ങൾക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുമോ ആ ശബ്ദങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുമോ ആ ശബ്ദങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഫാൻ കറങ്ങുന്ന ശബ്ദം, നിങ്ങളുടെ വീട് റോഡ് സൈഡിലാണെങ്കിൽ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ശബ്ദം, കുട്ടികളുടെ ശബ്ദം, ആ ശബ്ദങ്ങളെല്ലാം കുറച്ച് നിങ്ങളുടെ നോസ് പോയിന്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട്. ശക്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു നിമിഷം ഹോൾഡ് ചെയ്യുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക്. ബ്രീത്ത് എടുക്കുമ്പോൾ തണുത്ത വായു ഉള്ളിലേക്ക് പോകുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചൂടുള്ള നിശ്വാസം പുറത്തേക്ക് പോകുന്ന ഫീൽ ചെയ്യുക.
ഇനി എൻ്റെ വാക്കുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളിപ്പോൾ ഒരു മനോഹരമായ കടൽ തീരത്താണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ പോയിട്ടുള്ളതോ പോകാൻ ആഗ്രഹിച്ചതോ ആയ കടൽ തീരമാകാം. ആ കടൽ തീരത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്, തീരത്തേക്ക് വന്ന് തിരികെ പോകുന്നു. നിങ്ങൾ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് ആ മണൽത്തരികളിലൂടെ ആ തിരമാല ആസ്വദിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകളില് മണൽത്തരികള് ഞെരിഞ്ഞമരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാനും അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുമ്പോൾ ഉപ്പ് രസമുള്ള ആ തണുത്ത കാറ്റ് നിങ്ങളുടെ ചുണ്ടുകളില് ഉപ്പിന്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ തിരമാലകള് തീരത്തേക്ക് വരുന്നതും തിരിച്ചു പോകുമ്പോഴുമുള്ള ശബ്ദം നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ വന്നലക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാനും അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട്. യു ആർ സോ ഹാപ്പി. ആ തിരമാലകളെല്ലാം ആസ്വദിച്ച് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് 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 പോവുകയാണ്. ശാന്തമായ കടല്, തിരമാലകൾ എന്ത് ഭംഗിയിലാ ഇങ്ങനെ തീരത്തേക്ക് വരുന്നത്. നിങ്ങളിപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു തണൽ മരം സൈഡിലായിട്ടുണ്ട്. നിങ്ങൾ ആ തണൽ മരം ലക്ഷ്യമാക്കി പോവുകയാണ്. പതിയെ ആ തണൽ മരത്തിന്റെ അടുത്ത് ആ മരത്തോട് ചാരിയിരിക്കുകയാണ്. കൈകളിലൊക്കെ മണൽത്തരികൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കൈകൾ കൊണ്ട് അമ്മാനമാടുന്നുണ്ട്. തിരമാലകൾ വരുന്നതും തിരിച്ചു പോകുന്നതും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ അരികിലേക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ വലത് കൈയില് ഒരു ഹൈഡ്രജൻ ബലൂണ് കെട്ടുകയാണ്. ഹൈഡ്രജൻ ബലൂണ് നമുക്കറിയാം കാറ്റിനേക്കാൾ ഭാരം കുറവാണ്. അത്തരത്തിലുള്ള ഒരു ഹൈഡ്രജൻ ബലൂണാണ് നിങ്ങളുടെ വലത് കൈയിൽ ഞാൻ കെട്ടിയിട്ടുള്ളത്. ഇമാജിൻ, അതിന്റെ ചരട്, ആ ബലൂണ് മുകളിലേക്ക് ഉയരുന്നതനുസരിച്ച് ചരട് അതിനെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ഞാനൊരു 2 ഹൈഡ്രജൻ ബലൂണുകൾ കൂടി നിങ്ങളുടെ വലത് കൈയിൽ കെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ മൊത്തം 3 ഹൈഡ്രജൻ ബലൂണ് മുകളിലേക്ക് അതിങ്ങനെ ഉയരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ വലത് കൈ മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഞാൻ ഒരു 5 ഹൈഡ്രജൻ ബലൂണുകൾ കൂടി നിങ്ങളുടെ വലത് കൈയിൽ കെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ മൊത്തം 8 ഹൈഡ്രജൻ ബലൂണ് അതിശക്തമായി നിങ്ങളുടെ വലത് കൈയിനെ മുകളിലേക്ക് 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 ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. വെരി ഗുഡ്. നിങ്ങളത് എൻജോയ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഒരു 5 ഹൈഡ്രജൻ ബലൂണുകൾ കൂടി നിങ്ങളുടെ വലത് കൈയിൽ കെട്ടിക്കഴിഞ്ഞു. ഇതാ ഒരുമിച്ച് ഈ ഹൈഡ്രജൻ ബലൂണുകൾ ഒരുമിച്ച് നിങ്ങളുടെ വലത് കൈയിനെ ഭാരം കുറഞ്ഞ് നിങ്ങളുടെ വലത് കൈയിനെ അതിശക്തമായി മുകളിലേക്ക് 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 ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഞാനൊരു 10 ഹൈഡ്രജൻ ബലൂണുകൾ കൂടി നിങ്ങളുടെ വലത് കൈയിൽ കെട്ടിക്കഴിഞ്ഞു. വിവിധ നിറത്തിലുള്ള ഇതാ ഈ ഒരുമിച്ച് ഈ ഹൈഡ്രജൻ ബലൂണുകൾ അതിശക്തമായി നിങ്ങളുടെ വലത് കൈയിനെ മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതിശക്തമായി നിങ്ങളുടെ വലത് കൈ മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിശക്തമായി 25 ഹൈഡ്രജൻ ബലൂണുകൾ ഒരുമിച്ച് നിങ്ങളുടെ വലത് കൈയിനെ അതിശക്തമായി മുകളിലേക്ക് ഉയർത്തുന്നു. നിങ്ങളുടെ വലത് കൈ അതിശക്തമായി ഭാരം കുറഞ്ഞ് മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് എൻജോയ് ചെയ്യുന്നു. നിങ്ങളുടെ വലത് കൈ അതിശക്തമായി മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വെരി ഗുഡ്. നിങ്ങളുടെ വലത് കൈ ഇപ്പോൾ മുകളിൽ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. യു ആർ എൻജോയ്. വലത് കൈ അതിശക്തമായി മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടിരിക്കുന്നു. പതിയെ ഞാൻ നിങ്ങളുടെ വലത് കൈയിൽ നിന്ന് ഓരോ ഹൈഡ്രജൻ ബലൂണുകൾ പൊട്ടിക്കാൻ പോവുകയാണ്. 4 ഹൈഡ്രജൻ ബലൂണുകൾ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വലത് കൈ സാവധാനം താഴോട്ട് താഴോട്ട് താഴോട്ട്
താഴോട്ട് താഴോട്ട്. വീണ്ടും ഞാനൊരു 5 ഹൈഡ്രജൻ ബലൂണുകൾ കൂടി പൊട്ടിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വലത് കൈ താഴോട്ട് 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 പോയിക്കൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായിട്ടും എല്ലാ ഹൈഡ്രജൻ ബലൂണുകളും ഞാൻ പൂർണ്ണമായും പൊട്ടിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വലത് കൈ പൂർണ്ണമായും താഴോട്ട് താഴോട്ട് വന്ന് നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ മടിയിൽ പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. നിങ്ങളത് എൻജോയ് ചെയ്യുന്നു. ടോട്ടലി റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ വളരെ റിലാക്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ആ കടൽ തീരത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരികെ 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 നിങ്ങളുടേതായ വീട്ടിൽ റൂമിൽ നിങ്ങളിപ്പോൾ സ്വസ്ഥവും ശാന്തവുമായിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ സന്തോഷകരമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. ഞാൻ 10 മുതൽ 1 വരെ എണ്ണാൻ പോവുകയാണ്. ഞാൻ ഓരോ തവണ എണ്ണുമ്പോഴും നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ ശാന്തമായി റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. 10. You are going to deeper, deeper, down and down and down and relax. 9. നിങ്ങൾ പൂർണ്ണമായും സുഖകരമായ ഒരു റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. 8. You are going to deeper and deeper sleep. 7. നിങ്ങൾ പൂർണ്ണമായും സുഖകരമായ ഒരു ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. 6. You are going to deeper and deeper sleep. നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളും പൂർണ്ണമായിട്ടും നീങ്ങിക്കൊണ്ട് നിങ്ങളിപ്പോൾ വളരെ ശാന്തവും സ്വസ്ഥവുമായ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് You are going to down and down and down. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വ്യക്തമായി കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വ്യക്തമായി കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായും സുഖകരമായ ഒരു ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ ഈ മനോഹരമായ വിശ്രമാവസ്ഥയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് വരാൻ പോവുകയാണ്. പുറത്തേക്ക് വന്നതിന് ശേഷം ഞാൻ ആരുടെ മുഖത്തേക്ക് നോക്കി സ്ലീപ്പ് എന്ന് പറയുന്ന അവർ അഗാധമായ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വ്യക്തമായി കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. You are going to deeper sleep. ഈ ഉറക്കത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ തുറന്ന് നമസ്തേ പറയുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വ്യക്തമായി കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. ഈ ഉറക്കത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് വന്ന ഉടനെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് നമസ്തേ പറയുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വ്യക്തമായി കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ മനോഹരമായ ഉറക്കത്തിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരാൻ പോവുകയാണ്. 1. നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. 2. പൂർണ്ണമായും നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. 3. പൂർണ്ണമായും നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. 3. പൂർണ്ണമായും കണ്ണുകൾ തുറന്നിരിക്കുന്നു. 3. പൂർണ്ണമായും കണ്ണുകൾ തുറന്നിരിക്കുന്നു. 3. Please open your eyes.
ഓക്കെ, വാട്ട് ഫീൽ? ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി. ഓക്കെ ഓക്കെ. കുറച്ച്. ആ, ഉറങ്ങിപ്പോവില്ല. ഉറക്കം ആയാല് ഉറക്കല്ല, ഒരു സെമി ട്രാൻസിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട സജഷൻസ് കൊടുക്കാം. ട്രാൻസിലേക്ക് പോയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സജഷൻസ് കൊടുക്കുകയാണ് ചെയ്യാം. അല്ല സാറേ, ഈ ട്രാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സജഷൻ കൊടുത്താൽ അവർ അതെല്ലാം ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും അവരെ പിന്നെ നമുക്ക് എന്താണോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അതൊക്കെ ചെയ്യിപ്പിക്കാം. പക്ഷെ അവിടെ വേറെ കാര്യമുണ്ട്. നമുക്ക് ഹിപ്നോസിസിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ ഉള്ളിൽ നിന്ന് എല്ലാ കള്ളങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റും. അത് അങ്ങനൊന്നുമില്ല. അതിനൊന്നും ഇതിന് കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മള് കൊണ്ടുപോകുന്ന വ്യക്തി ആ വ്യക്തിയുടെ മൊറാലിറ്റിക്ക് എതിരായ ഒരു കാര്യവും അവർ ചെയ്യില്ല. നേരെ മറിച്ച് യൂറോപ്യൻ സാംസങ് ചെയ്യും. അതിന് വ്യത്യാസമുണ്ട് അല്ലേ? നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു വ്യക്തിയെ ട്രാൻസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം പറയണം, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടേതായ ഡ്രസ്സ് മാറ്റിയിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിന് ചെയ്താൽ അവർ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ മലയാളികൾ ചെയ്താൽ അത് വർക്കാവില്ല. അവിടെ നമ്മുടെ മൊറാലിറ്റിക്കോ നമ്മുടെ എത്തിക്കോ എതിരായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ വർക്കൗട്ട് ചെയ്യാൻ പ്രയാസമാണ്. നേരെ മറിച്ച് നമുക്ക് അവിടെ ഒരുപാട് ആക്ടിവിറ്റി, പേര് മറപ്പിക്കാൻ പറ്റും, നമ്പർ മറപ്പിക്കാൻ പറ്റും, ഹിപ്നോട്ടിക് അനസ്തേഷ്യ ഉണ്ട്. എൻ്റെ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ കൈകളിൽ പിന്ന് സൂചിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടി വെക്കാൻ പറ്റും. അവർക്ക് പെയിൻ അറിയില്ല. കാരണം ഡോക്ടർ പിന്നെ ജെയിംസ് എസ് ഡെയിൽ എന്ന് പറയുന്ന ഒരു സർജൻ ഉണ്ടായിരുന്നു, ജർമ്മൻ പിന്നെ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിപ്നോട്ടിക് സർജറി ചെയ്തത്. അദ്ദേഹം ഒരു ജയിലർ ആയിരുന്നു. 100ഓളം സർജറികൾ അദ്ദേഹം ഹിപ്നോസിസ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം, പല്ലുവേദന വന്നു കഴിഞ്ഞാല് ട്രാൻസ് കൊണ്ടുപോവുക, അവിടെ സജഷൻസ് കൊടുക്കുക, അവിടെ മാറ്റിയെടുക്കാൻ പറ്റും. ആ പെയിൻ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സർ ഓക്കെ, ഞാൻ തൽക്കാലം ഇന്ന് വിരമിക്കുന്നുണ്ട്. കാരണം ഓക്കെ, താങ്ക് യു. ഇതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ടോ? എന്താണ് സാറേ? ഇതൊക്കെ വീഡിയോസ് യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? എന്റെ ചാനലുകളിൽ ഇതിന്റെ ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് 1 ഡേ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അടുത്ത മെയ്യിലാണ്, മെയ് മാസത്തിലാണ് വരുന്നത്. മലപ്പുറത്താണ്. പുത്തനത്താണി. അതില് ഹിപ്നോസിസും പിന്നെ താല്പര്യമുള്ളവർക്ക് ആഡ് ഓൺ ആയിട്ട് പിന്നെ നമ്മുടെ മെന്റലിസവും നമ്മളതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓ, ചെയ്യാം. വേറെ ഗ്രൂപ്പില് അബ്ദുള്ള കുട്ടിയാണേ. ഞാനും ലീവ് ചെയ്യാണ്. ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് വിത്ത് യു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു സെഷൻ. ഒരുപാട് സന്തോഷം. ഞാൻ സാറിനൊരു ബന്ധപ്പെടാൻ ഞാൻ നിർത്തിയിട്ടെടുക്കുന്ന സാറിന്റെ നമ്പർ വാങ്ങിക്കാം. We can meet. Okay, thank you. Thank you all. Jobin sir, Solomon sir, Joseph sir. Let's meet again. Thank you all. Good night. ഇത് നമ്മൾ പറയുന്ന ഒരു സ്കില്ലാണ്, പറഞ്ഞ് പ്രാക്ടീസ് ആവണം. അതെ. നമുക്ക് ഇതിന്റെ ഒരു ഡ്രൈവിംഗ് ആണ്. ശരിക്കും ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണെന്ന് പറയാം. കാരണം നമ്മൾ ആദ്യം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കോൺഷ്യസിലല്ലേ ഡ്രൈവ് ചെയ്യുക. അതാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അൺകോൺഷ്യസ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, മൊബൈലൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ പോകുന്നു, ഡ്രൈവ് ചെയ്യുന്നു പോലും അറിയുന്നില്ല. ആ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയണം ഹിപ്നോസിസിന്റെ. അവിടെ നമുക്ക് പോകാൻ കഴിയും. കാരണം വെച്ചാല്
നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രോഗ്രസീവ് PMR ആണല്ലോ. അപ്പൊ ഈ PMR പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇൻസ്റ്റന്റ് ഹിപ്നോസിസിലേക്ക് എത്താൻ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അവിടേക്ക് എത്തും. നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ വരുന്നത് പ്രത്യേകിച്ചാല് പിന്നെ തിയറി ഇത് വളരെ കുറവാണ് കേട്ടോ. തിയറി കാര്യമായിട്ടൊന്നുമില്ല. ബാക്കി കംപ്ലീറ്റ് എന്താണ് പ്രാക്ടീസ് ആണ്. ഇപ്പോഴാണ് സാർ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മള് PMR കൗൺസിലേഴ്സിനാണെങ്കിൽ PMR ആ മേഖലയിൽ പഠിപ്പിച്ചു കൊടുക്കും. ഇതുപോലെ നമുക്ക് ഇത് അധികം സമയമൊന്നുമില്ലല്ലോ, ക്വിക്കായിട്ട് അവരെ കൊണ്ടുപോകണ്ടേ. അതിന് ഇൻസ്റ്റന്റ് ഹിപ്നോസിസ്, റാപ്പിഡ് ഹിപ്നോസിസ്, ഒരു 4-5 ആക്ടിവിറ്റി ഉണ്ട്. അവരെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ട്രാൻസിലേക്ക് കൊണ്ടുപോയിട്ട് സജഷൻസ് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന അതും നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പലരും ഓരോ ലെവലായിട്ടാണ് ഹിപ്നോസിസ് ക്ലാസ് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അത്ര ഒന്നും പിടിച്ചു വെക്കേണ്ടതില്ല എന്ന് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ബോധ്യമായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഏകദേശം യൂട്യൂബ് ചാനൽ ഏതാ സാറേ? യൂട്യൂബ് ചാനൽ ഏതാണ് പേര്? ലൈഫ് TV എന്നാണ്. ഞാൻ അതിന്റെ ഇതില് ഗ്രൂപ്പിൽ ചെയ്യട്ടെ. ലൈഫ് TV. നമ്പറും സാറിന്റെ ഫോൺ നമ്പറും? 90 ഞാൻ ഗ്രൂപ്പ് കണ്ടില്ലേ, ടെക്സ്റ്റ് ചെയ്തിരുന്നു. ഗ്രൂപ്പിലാ? ഇല്ല സാറേ, വന്നിട്ടില്ല. വന്നില്ല? ഇല്ല. ഒരു മിനിറ്റ് സാറേ പറഞ്ഞോളൂ സാറേ. യൂട്യൂബ് ചാനലോ സാർ ഏതാണ്? ലൈഫ് TV. ലൈഫ് TV അല്ലേ? ഞാനേ നമ്പറും അതായത് പിന്നെ ചാനൽ രണ്ടും ഗ്രൂപ്പിലിടാം. നമ്മുടെ കരിയർ കൗൺസിലിംഗ് ഗ്രൂപ്പിലിടാം. ഓക്കെ. അത് നല്ലത്. ഓക്കെ. ഞാനിത് പറയാൻ കാരണം വെച്ചാല് ഞാൻ ഏകദേശം 5 വർഷത്തോളം ഇതിന്റെ പിറകെ പോയിട്ട് ഏകദേശം ഗുരുക്കന്മാരുടെ 5-6 ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് അപ്പൊ അവിടത്തൊക്കെ പോകുമ്പോ ഓരോ ലെവലായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ പഠിക്കാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് അത്രമാത്രം പിടിച്ചു വെക്കേണ്ട സംഗതി നമുക്ക് അതല്ലോ. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് എറണാകുളത്തുള്ള ഷിബു ദാമോദരൻ അറിയോ? അറിയാം. എന്റെ ഗുരുവാണ്, എന്റെ സുഹൃത്താണ് ശിവ സാറ്. ഞങ്ങൾ ഒരേ സമയം ട്രെയിനിങ് കഴിഞ്ഞവരാ, ഞാനും ഷിബു ഒക്കെ. ആണല്ലേ? സാറ് പഴയ എവിടെയായിരുന്നു കഴിഞ്ഞത്? ജോസഫ് സാർ ഹിപ്നോട്ടിസ്റ്റ് ആണോ? JCI ട്രെയിനിങ്. പിന്നീട് അതിലേക്ക് മാസ്റ്ററായി. ഷിബു പിന്നീട് സാധാ എല്ലാവരെ പോലെ ട്രെയിനർ ആയിരുന്നു, സോഫ്റ്റ് HR ട്രെയിനർ ആയിരുന്നു. പിന്നീട് ഇപ്പൊ സാറ് കംപ്ലീറ്റ് ഹിപ്നോസിന്റെ തന്നെ മാത്രമേ അതിനകത്ത് പുള്ളി മാസ്റ്റർ ചെയ്തു. അതെ. നമ്പർ ഒന്ന് പറഞ്ഞു തരും, എനിക്ക് കിട്ടിയില്ല, ഒന്ന് പറയാം പ്ലീസ്. ആണോ? ഞാൻ 90 യെസ് 37 37 24 യെസ് 20 26. യെസ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടോ? സാറേ എനിക്ക് ഒരു 2 സംശയമുണ്ട്. ഒന്ന് പറയൂ. സാറേ, പിന്നെ ഈ ആൽഫ സ്റ്റേജിൽ നിന്ന് താഴോട്ടോ മോളോട്ടോ പോയാല് വർക്കൗട്ട് ആവത്തില്ല അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അതായത് ആൽഫ സ്റ്റേജ് ആണല്ലോ നമ്മൾ ട്രാൻസ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു വ്യക്തിയെ പിന്നെ ട്രാൻസിലേക്ക് കൊണ്ടുപോയി അവിടെ സജഷൻസ് കൊടുത്തിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തെ പിന്നീട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വ്യക്തി നേരെ തീറ്റയിൽ നിന്ന് ഡെൽറ്റയിലേക്കോ പോകും. തീറ്റയിൽ നിന്നും ഡെൽറ്റയിലേക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഉറങ്ങുന്ന പോലെ ആ വ്യക്തി ഉണർന്ന് അദ്ദേഹത്തിന്റെ ഉറക്കത്തിന്റെ സമയമാകുമ്പോൾ അയാൾ എണീറ്റ് പോയിക്കോളും. സാറേ അപ്പോഴും സജഷൻസ് കേൾക്കത്തില്ലല്ലോ? സജഷൻസ് കേൾക്കും. സജഷൻസ് കേൾക്കാൻ ഏറ്റവും നല്ലത് ഈ പിന്നെ ആൽഫ സ്റ്റേജ് ആണ്. സ്ട്രോങ് ആവുക. ഡെൽറ്റയിൽ കേൾക്കത്തില്ലല്ലോ? ഇല്ല. ഓക്കെ. പിന്നീട് ഗാമയിലുള്ളവരെ എങ്ങനെ പറ്റത്തില്ല അല്ലെ നോട്ടീസ് ചെയ്യാൻ? ഇല്ല. നമുക്ക് ഈ ട്രാൻസ് അല്ലെങ്കിൽ ഹിപ്നോസിസ് സംഭവിക്കുന്നത് ആൽഫ സ്റ്റേജിലാണ്. ഓക്കെ. അതായത് SEM-ഉം CM-ഉം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ടൈം. അതെ. ഇനിയിപ്പോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഹിപ്നോസ് പഠിക്കണ പോലുമില്ല, ചെറിയ പിള്ളേരുണ്ടാവുമല്ലോ, ഒരു 10 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ, ഉദാഹരണം വരാണെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ ബെഡിലെ, അങ്ങനത്തെ അതുള്ളതൊക്കെ എന്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടി ചെയ്ത് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. അവർ ചെയ്യുന്നത് പറഞ്ഞാല് ഈ കുട്ടി അവർക്ക് നമുക്ക് നോർമലി കൗൺസിലിംഗ് കൊടുത്താലോ അല്ലെങ്കിൽ ചെയ്താലോ അവർക്ക് അത് ഏൽക്കില്ലല്ലോ, ചെറിയ പിള്ളേരല്ലേ. അപ്പോ
ഈ മക്കള് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ചു ഉണർത്തിയിട്ട് നമ്മളിപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ തൊട്ടി കഴിഞ്ഞാല് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? ഇവിടെ നിന്ന് തട്ടിയാൽ ഇങ്ങോട്ടേക്ക് എടുക്കും. എന്നാൽ നേരെ മറിച്ച് അവർ എണീക്കൂല. ആ ഒരു സ്റ്റേജ് അത് ഏകദേശം നമ്മുടെ ആൽഫ സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണോ ആ കുട്ടിയുടെ ചെവിയിൽ 21 ഡേയ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോ പിന്നെ ബെഡിൽ മൂത്രം വയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ ഒരിക്കലും അവിടെ നെഗറ്റീവ് വേർഡ്സ് വരാൻ പാടില്ല, നെഗറ്റീവ് കമന്റ്സ് വരാൻ പാടില്ല. പകരം നമ്മളെ വീട്ടിൽ എന്താ കുട്ടിയെ വിളിക്കുന്ന ആ പേര് വിളിച്ചിട്ട് പിന്നെ മോനു നല്ല കുട്ടിയാണ്, ഒത്തിരി ഇഷ്ടമാണ്, അമ്മക്ക് ഒത്തിരി ഇഷ്ടമാണ്, അച്ഛനെ ഒത്തിരി ഇഷ്ടമാണ്, മോന് ഈ മൂത്രം വയ്ക്കേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യവാനാണ്, അമ്മയെ വിളിക്കുകയോ അച്ഛനെ വിളിക്കുകയോ ടോയ്ലറ്റ് പോയിട്ട് കാര്യം സാധിക്കാനും മോന് സാധിക്കുന്നതാണ്. ഇത് 21 ഡേയ്സ് കറക്റ്റ് ആയിട്ട് പറയാം. ഒരു ദേഷ്യമുള്ള കുട്ടി അല്ലെങ്കിൽ എടുത്ത് ചാട്ടമുള്ള കുട്ടിയാണെങ്കിൽ അവിടെ ദേഷ്യം എന്നുള്ള വാക്ക് പറയാതെ അവിടെ നേരെ പോസിറ്റീവായ സജഷൻസ് നമ്മൾ പറഞ്ഞു കൊടുത്ത് നല്ല മാറ്റം ഉണ്ടാകും. കാരണം എൻ്റെ പിന്നെ സ്റ്റുഡൻസിന് ഒത്തിരി പാരന്റ്സ് ഇങ്ങനെ ചെയ്തിട്ടുള്ള അവരുടെ പിന്നെ റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇതന്നെയാണ് സാറേ നമ്മുടെ തലയണ മന്ത്രം ഇല്ലേ? തലയണ മന്ത്രത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം പിന്നെ നമ്മള് നല്ല ടയേർഡ് ആയിട്ട് കിടക്കുന്ന സമയത്തായിരിക്കുമല്ലോ പിന്നെ പറയാ. അപ്പോ അങ്ങനെ പറഞ്ഞു നമ്മൾ ആൽഫ സ്റ്റേജിലേക്ക് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് അവർ പറയുന്നതൊക്കെ അവിടെ ക്യാച്ചായി കിടക്കുന്നുണ്ടാവും. നമ്മൾ വന്ന് മൂളി കേൾക്കുന്നുണ്ടാവും. പിന്നീടായിരിക്കും ഇത് വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ NLP-യിലെ ആങ്കറിങ്ങും ഇതുമായിട്ട് കണക്ട് എങ്ങനെയാണ്? NLP ഒക്കെ NLP ടെക്നിക് NLP-യിലെ ശിക്ഷ ആയാലും ആങ്കറിങ് ആയാലും ഇതൊക്കെ ഇതിൽ നിന്നും പിന്നെ വന്നതാണ്, ഹിപ്നോസിസിൽ നിന്ന് വന്നതാണ്. ഇത് നമ്മളിപ്പോ NLP-യിൽ നമ്മൾ ആങ്കറിങ് ട്രിഗർ കൊടുക്കുകയാണല്ലോ, ഏതെങ്കിലും പോയിന്റ് ട്രിഗർ കൊടുക്കണല്ലോ, അത് അതേ തന്നെയാണ് ഹിപ്നോസിസിലേക്കും. പക്ഷെ ഒന്നും കൂടി പിന്നെ ഡെപ്ത് കൂടുതൽ നമ്മുടെ ഈ ഹിപ്നോസിലേക്ക് കൊണ്ടുപോയിട്ട് ആങ്കറിങ് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി സ്ട്രോങ് ആവാൻ സാധിക്കുക. സാറേ ഒരു ഡൗട്ട് കൂടെ. ട്രാൻസിലേക്ക് പോകാനായിട്ട് ഈ പ്രത്യേക ഒരു ഐക്കോൺ, അതായത് ദൃഷ്ടി ഒരു പ്രത്യേക ഇതിലേക്ക് പോകുമ്പോൾ കണ്ണിന്റെ പോളകൾ ടയർഡായിട്ട് നമുക്ക് അതെന്തോ അതെങ്ങനെ അതിനെ കുറിച്ച് എന്താ സാർ ഒന്നുകൂടി പറയാമോ? സാറേ നമുക്കിപ്പോ ട്രാൻസിലേക്ക് പോകാനായിട്ട് ചില ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് കൈ പൊക്കി പിടിച്ചിട്ട് വിരലിലേക്ക് നോക്കാൻ പറയും, തള്ളവിരലിലേക്ക് നിങ്ങൾ സജഷൻ കൊടുക്കുന്നു. അപ്പൊ ഈ കൺപോളകള് ടൈറ്റ് ആവുന്നു, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പറയുന്നു കണ്ണടയ്ക്കാതെ. അപ്പൊ എന്നിട്ട് ട്രാൻസിലേക്ക് പോകുന്ന അവസരത്തിൽ കൈ താഴ്ത്തി വരുന്നു. അപ്പൊ ഒരു പിന്നെ സജഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ട്രാൻസിലാവും. അതിനെ കുറിച്ചൊന്ന് പറയാമോ സാർ? ഓക്കെ, അത് നമ്മുടെ ഏറ്റവും പിന്നെ വളരെ ലൂസ് ആയിട്ടുള്ള മസിൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ മസിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നിലേക്ക് തന്നെ ഒരു ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണ് സ്ട്രെയിൻ ആവുകയാണ്. കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്നതിന് കണ്ണിങ്ങനെ കുറെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കത് ലൈറ്റിലേക്ക് നോക്കാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡോട്ട് കൊടുത്തിട്ട് ആ ഡോട്ടിലേക്ക് നോക്കാൻ പറയാം. ആ ഡോട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ബ്ലിങ്ക് ആവുമല്ലോ, കണ്ണിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് ഈ ബ്ലിങ്ക് ചെയ്യുന്ന ആവുന്ന സമയത്ത് നമ്മൾ പിന്നെ സജഷൻസ് സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയാണ്. നിങ്ങളുടെ കണ്ണുകൾ അതിശക്തമായി അടയാൻ പോവുകയാണ്, നിങ്ങളുടെ കടുപ്പുകൾക്ക് ഭാരം കൂടി വരികയാണ്. അങ്ങനെ ആള് ഇതിലേക്ക് പോയിട്ട് പിന്നീടാണ് ഇവരെ നമുക്ക് സജഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവർ ട്രാൻസിലേക്ക് പോയി എന്ന് അറിയണമെങ്കിൽ അവിടെ കണ്ണിന്റെ ഐബോളൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഒരുപാട് ട്രാൻസ് ചെക്കുകൾ ഉണ്ട്. വണ്ടർഫുൾ സാറേ, അൻവർ സാറേ, വണ്ടർഫുൾ. സാറിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, സാറിന്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി 8:50 നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. കാരണം 8:30 വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഏരിയ പോലും പറഞ്ഞു തരാൻ പറ്റാത്തതില്. കാരണം എല്ലാവരുടെയും ടൈം വളരെ വാല്യുബിൾ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് സോറി, കാരണം ഇത്രയും ഈ 1 മണിക്കൂറിന്റെ സാറിന്റെ കൂട്ടൊരു സിൻസിയർ ട്രെയിനർമാർ വളരെ കുറവാണ്. കാരണം ഇത്രയും ഫ്രാങ്ക് ആയിട്ട്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും വളരെ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു, വളരെ എഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇറങ്ങി വണ്ടി കയറിയതാ വീഡിയോ ഓഫ് ചെയ്ത്. ഓക്കെ, ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. മെയിലാണ് അടുത്ത സെഷൻ വരുന്നത് എപ്പോഴാണ് പറഞ്ഞത്?
മെയ്യിലാണ് സാറേ വരുന്നത്. ഓക്കെ ഓക്കെ ശരി. കാരണം ഏപ്രിലിന്റെ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന്റെ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയതിന്റെ ശേഷം. ഓക്കെ 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 താങ്ക് യു. ജസ്റ്റ് സാറേ ഇനിയൊന്നും പറയാനുണ്ടോ? സാറിന് പറയാനുണ്ടോ സാറിന്? പോരാ, ഇനി ട്രിക്സുകളൊന്നും വേണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട. സോളമൻ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? സോളമൻ സാർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ജസ്റ്റ് എന്തായാലും കൺക്ലൂഡ് ചെയ്യാൻ കൂടുതൽ സമയമില്ലെന്നറിയാം. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ സരിതാബെൻ എന്ന് പറഞ്ഞിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു ട്രെയിനിങ് കേട്ടിട്ടുണ്ടായിരുന്നു സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്. പിന്നെ എനിക്കിത് പണ്ട് ഞാൻ അവര് മൈൻഡ് പവർ ട്രെയിനറായിരുന്നു. അതെ അതെ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ പണ്ടൊരു ഹിപ്നോട്ടിസം ആൻഡ് മെസ്മറിസം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. മാജിക്കിൽ ഒക്കെ അത്യാവശ്യം ഒരു ഇച്ചിരി റിയാലിറ്റി ഉള്ളത് ഇതിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു സന്ദീപ് ഫ്രാഡിയൻ സാറിന്റെ ഒരു മെന്റലിസം ഞാൻ കോഴ്സ് ചെയ്യുന്നു. അതുപോലെ ഒരു ഡോക്ടർ പ്രദീപ് സാറിന്റെ ഒരു ഹിപ്നോട്ടിസം കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് സാറിന്റെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഈ സാർ പറഞ്ഞിട്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷെ നമ്മുടെ ട്രെയിനിങ്ങിൽ ആൾക്കാർ ഇന്ന് ഈ ഒരു അവസരത്തിൽ കയ്യിലെടുക്കാൻ പറ്റുന്ന മെന്റലിസം എന്നൊക്കെ പറയുന്ന മൈൻഡ് റീഡിംഗ് ഒക്കെ നമ്മൾ ഈ പറയുന്നതിട്ട് വലിയ സംഭവം ഒരാളുടെ മനസ്സിൽ ഉള്ളതെന്ന് അതിൽ കുറച്ച് മൈക്രോ എക്സ്പ്രഷൻസും കുറെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കുറച്ച് ട്രിക്സ് ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാ ട്രെയിനേഴ്സിനും ഉപയോഗപ്പെടുത്താൻ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷെ സാറ് പറഞ്ഞിട്ട് ഇത് സീരിയസ് ആണെങ്കിൽ തീർച്ചയായും കുറച്ച് വായിക്കാൻ. ഞാൻ ആക്ച്വലി ഇതൊരു ഞാനിപ്പോഴും ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പോൾ ഇതാ വായിച്ചുകൊണ്ടിരുന്നത്, ഒരു പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് കുറെ ബുക്സ് ഉണ്ട്. അപ്പം അത്യാവശ്യം ഞാൻ പറഞ്ഞു വന്നത് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഒന്നുകിൽ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അഗാധമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു നിമിഷ നേരം കൊണ്ട് ഒന്നും പറ്റില്ലെങ്കിൽ സാർ മാക്സിമം കവർ ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. എന്തായിരുന്നാലും ഈ ഒരു അവസരം തന്നതിന് നജീബ് സാറെ ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ് പറയാണ്. കാരണം ഒത്തിരി വൈബ്രന്റ് ട്രെയിനേഴ്സിനെ നമുക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചല്ലോ, അതന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ശരത് സാർ, നമ്മുടെ CCC ക്ലബിന് വേണ്ടിയിട്ട് സാർ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയണം. സർ നമസ്കാരം. ഞാനൊരു ശരത് എന്നാണ്, കൊച്ചിയിൽ നിന്നാണ്. നമ്മള് ഇപ്പൊ സോളമൻ സാർ പറഞ്ഞ പോലെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു 1 hour സെഷനാണ് അൻവർ സാറിന് നമുക്ക് തരാൻ പറ്റിയത്. ഇത് നമ്മുടെ ഒരു പോരായ്മയായിട്ട് കൂടി ഞാൻ കണക്കാക്കുകയാണ്. ബിക്കോസ് ഒരു ഫുൾ ഡേ സെഷൻ കിട്ടിയാൽ പോലും തീരാത്തൊരു ടോപ്പിക്കിനെ അൻവർ സാർ വളരെ ഭംഗിയായിട്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെയധികം ആരോ പറഞ്ഞ പോലെ തന്നെ വളരെ ജെന്യുവൻ ആയിട്ട് നമ്മളത് മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പറയാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എന്താ പറയാ സമയം ചെലവാക്കി. ഇതിപ്പോ നോമ്പിന്റെ സമയമായിട്ട് പോലും അതിനുവേണ്ടി സമയം ചെലവാക്കി വന്ന അൻവർ സാറിന് ഒരുപാട് നന്ദി. അതുപോലെ ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത സോളമൻ സാറിനും ജോബിൻ സാറിനും എല്ലാവർക്കും CCC ക്ലബിന്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സർ. സാറേ, CCC ക്ലബ് എനിക്ക് അംഗമാണോ? നമ്പർ എന്നെ ഒന്ന് ആഡ് ചെയ്യൂ എന്റെ. സാറേ തീർച്ചയായിട്ടും സാർ എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യൂ. 9446568615. ഇതൊക്കെ മെസ്സേജ് അയച്ചാൽ മതി സാർ. സാർ പ്ലീസ് ഒരു സെക്കൻഡ് 9446 56 8615. ഓക്കെ, താങ്ക് യു. സാർ ഒരു SMS അയച്ചാൽ മതി, ഞാൻ ആഡ് ചെയ്തോളാം സാർ. ഓക്കെ, താങ്ക് യു ഡിയർ ആൾ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. സീ യു നെക്സ്റ്റ് ഫ്രൈഡേ.